മക്കൾസേ കുറെ കുട്ടികളുടെ ഒരു സംശയമാണ് നമ്മൾ ഓണപരീക്ഷയ്ക്ക് അതായത് ഫസ്റ്റ് ടൈം എക്സാമിന് നമ്മൾ ഫിസിക്സിനകത്ത് ആദ്യത്തെ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരെ സാറേ എന്ന് ചോദിച്ച് ഒരുപാട് മെസ്സേജുകൾ കാണുന്നുണ്ട്. പക്ഷേ മക്കളെ വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ ആദ്യത്തെ 2 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പോരാ. മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോഴ്സ് ബലം എന്നുള്ള ചാപ്റ്ററിനകത്തും നമുക്ക് ഏകദേശം ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം കൂടി നമുക്ക് പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഈ ഒരൊറ്റ വീഡിയോയോട് കൂടി പിന്നെ നിങ്ങൾ 3rd ചാപ്റ്ററിനെ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ പറയുന്ന കുറച്ച് പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, പരിശുദ്ധമായ വാക്കുകളിലേക്കും പരിശുദ്ധമായ സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. കമോൺ ഗൈസ്, കമോൺ. അപ്പൊ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഫോഴ്സ് ബലം. കുറെ കുട്ടികൾ ഈ ചാപ്റ്റർ ഇപ്പൊ തൊട്ട് നോക്കിയിട്ടേ ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു വീഡിയോ കാണുന്നതോട് കൂടി ഇനി ഈ ചാപ്റ്ററിനകത്ത് വേറെ ഒന്നും പഠിക്കാൻ പോകണ്ട, ഇത് മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എക്സാം ഓണപരീക്ഷയ്ക്ക് നമുക്ക് മെഷർമെന്റ് അല്ലേ, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് അല്ലെ, അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. 2ാമത്തെ ചാപ്റ്റർ മോഷൻ, ചലനം എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് കാര്യം കൂടി വരും. അപ്പൊ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഫോഴ്സ് ബലം. ബലത്തോടു കൂടി എല്ലാവരും എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം പഠിക്കേണ്ടത് ഫോഴ്സ് എന്ന ഭാഗത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഫോഴ്സ് ബലം എന്ന് പറഞ്ഞാൽ മക്കളെ ഓർത്തേക്കുക, ബലം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ബലം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനൊക്കെ കഴിയുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു പിക്ചറൊക്കെ തന്നിട്ട് അതിനകത്ത് ഫില്ല് ചെയ്യാനൊക്കെ വരും. അപ്പൊ ഓർത്ത് വയ്ക്കുക, ഫോഴ്സ് ബലം എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ചെയ്യാൻ പറ്റും. വോളിയം എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? വോളിയം എന്ന് പറഞ്ഞാൽ മക്കൾ ഏതാണ്? വ്യാപ്തം. വോളിയം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കണം? വ്യാപ്തം. വ്യാപ്തം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ സൈസ്. സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആകൃതി, ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റും. ആകൃതി എന്നല്ല, പകരം നമുക്ക് സൈസ് എന്ന് പറഞ്ഞാൽ വലുപ്പം അല്ലേ, വലുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വലുപ്പത്തിൽ മാറ്റാൻ പറ്റും. ഇനി ഷേപ്പ്, ഷേപ്പാണ് നമുക്ക് എന്ത് വരേണ്ടത്? ആകൃതി, ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, 2 റെസ്റ്റും ഉണ്ട് മോഷനും ഉണ്ട്. നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണെങ്കിൽ അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിശ്ചലാവസ്ഥയുള്ള വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ചലിപ്പിക്കാൻ പറ്റുന്നു. ഇനി സ്റ്റേറ്റ് ഓഫ് മോഷൻ ആണെങ്കിൽ ചലനാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചലിപ്പിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മൾ എന്താണോ പ്രയോഗിക്കുന്നത്, എന്താണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്താണോ നമ്മൾ കൊടുക്കുന്നത്, അതിനെ നമ്മൾ ഫോഴ്സ്, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ആദ്യം ഞാൻ ഇതിനകത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അപ്പൊ ബലം, ഫോഴ്സ് എന്ന് പറഞ്ഞാല് നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും? വോളിയം, വ്യാപ്തം ചേഞ്ച് ചെയ്യാൻ പറ്റും. സൈസ്, വലുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റും. ഷേപ്പ്, ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റും. നിശ്ചലാവസ്ഥ വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റുന്നു. ചലനാവസ്ഥയുള്ള വസ്തുവിനെ നിശ്ചലമാക്കാൻ പറ്റുന്നു. ഇതിനൊക്കെ നമ്മൾ എന്താണോ പ്രയോഗിക്കുന്നത് അതിനെ നമ്മൾ ഫോഴ്സ് ബലം എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സുകൾ, വലിയ ക്ലാസ്സിലാണ് നിങ്ങൾ ഇത് കൂടുതൽ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു പിക്ചറൊക്കെ തന്നിട്ട് അത് ഏത് തരത്തിലുള്ള ഫോഴ്സ് ആണെന്നൊക്കെ ചോദിക്കും. അപ്പൊ പലതരത്തിലുള്ള ഫോഴ്സുകൾ ഏതാണെന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഒരു ബലം എന്ന് പറഞ്ഞാൽ പേശി ബലം. നമ്മൾ പ്രയോഗിക്കുന്ന, മനുഷ്യന്മാരൊക്കെ പ്രയോഗിക്കുന്ന ഈ ബലത്തിന് നമുക്ക് എന്താ പറയാം? മസ്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ പേശി ബലം. ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ഒക്കെ ഉയർത്തുന്നു, കണ്ടില്ല? ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് എത്തും. ഇനി അടുത്ത എന്താണ്? യാന്ത്രിക ബലം, മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. JCB പോലുള്ള വസ്തുക്കളൊക്കെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമുക്ക് മണ്ണൊക്കെ മാന്തിയെടുക്കാൻ പറ്റുന്നു അല്ലെ? അപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ളതിനൊക്കെ നമ്മൾ എന്ത് പറയുന്നു? മെക്കാനിക്കൽ ഫോഴ്സ്, യാന്ത്രിക ബലം എന്ന് പറയുന്നു. ഇനി അടുത്ത കണ്ടില്ലേ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ആപ്പിൾ താഴത്തേക്ക് വീഴുന്നു, ഈ പേന താഴത്തേക്ക് വീഴുന്നു. ഇതൊക്കെ എന്താ കാരണം? നമ്മളെ ഭൂമി എല്ലാ സമയത്തും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആകർഷിക്കുന്നുണ്ട് അല്ലെ? അതിനെ നമ്മൾ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി അടുത്ത 2 മാഗ്നറ്റുകൾ എടുത്തു വെച്ചാൽ, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റ് എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ആണി പോലുള്ള വസ്തുക്കളൊക്കെ അത് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു അല്ലെ? അതിനെ നമ്മൾ കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. ഇതൊക്കെ ഫോഴ്സുകളാണ്. ഇനി അടുത്ത സ്ഥിത വൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. നമ്മളൊരു പേൻ എടുത്ത് തലയിൽ ഉരച്ചിട്ട് ചെറിയ പേപ്പർ എടുത്ത് വെച്ചാൽ അത് അട്രാക്ട് ചെയ്യുന്നു അല്ലെ? സ്കെയിൽ ഉപയോഗിച്ച് തലയിൽ ഉരച്ചുക, അല്ലെങ്കിൽ ചീർപ്പ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ബലൂൺ ഉപയോഗിച്ച് തലയിൽ ഉരಸಿ കഴിഞ്ഞാൽ നിങ്ങൾ മുടിയൊക്കെ അതിങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. ഇതിനെ നമ്മൾ സ്ഥിത വൈദ്യുത ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇതൊരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഘർഷണ ബലം. ഇതാണ് ഈ ചാപ്റ്ററിനകത്ത് കൂടുതൽ പഠിക്കുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. നമ്മൾ ഈ ഒരു ബോക്സ് എന്ത് ചെയ്യുന്നു? കയറ് കെട്ടിയിട്ട് ആഞ്ഞു പിടിച്ചു വയർലെസ് ആണ് വലിക്കുന്നു.
അങ്ങനെ വലിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് നീങ്ങി പോകുന്നുണ്ടോ? ഇത് പെട്ടെന്ന് സ്ലൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ചെറിയൊരു പിടുത്തുണ്ടായിരിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ ഘർഷണ ബലം. ഒരു ബോൾ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ബോൾ റെസ്റ്റ് ആവുന്നു. അതൊക്കെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്, ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ഈ പേന ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഓരോ വസ്തുക്കളും പിടിക്കാൻ പറ്റുന്നത് ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് നടക്കാൻ കഴിയുന്നത് ഫ്രിക്ഷൻ ഫോഴ്സ്, ഘർഷണ ബലം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓർത്ത് വയ്ക്കാം മക്കളെ, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഘർഷണ ബലമാണ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കാന്തിക ബലമാണ്, മെക്കാനിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യാന്ത്രിക ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗുരുത്വാകർഷണ ബലമാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? സ്ഥിതവൈദ്യുത ബലമാണ്. ഇനി മസ്കുലാർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പേശി ഫലമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയും ഫോഴ്സുകൾ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഫോഴ്സ് ആണ് നോൺ കോണ്ടാക്ട് ഫോഴ്സും കോണ്ടാക്ട് ഫോഴ്സും. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കോണ്ടാക്ട് ഫോഴ്സ്, ഞാൻ ഈ പേന ഇങ്ങനെ പിടിക്കുന്നു, ഇത് കോണ്ടാക്ട് ഉണ്ട്. ഈ പേന താഴത്തേക്ക് ഇട്ടാൽ ഇത് എയറിലൂടെ പോകുന്ന സമയത്ത് അത് കോണ്ടാക്ട് ഇല്ല. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ഏരിയയാണ് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സമ്പർക്ക ബലം എന്നാണ്. എന്താ പറയാ? സമ്പർക്ക ബലം. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രഹിത ബലം. എന്താ പറയാ? സമ്പർക്കരഹിത ബലം. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ബലം എന്നുള്ള ഭാഗത്ത് പരീക്ഷയ്ക്ക് നിർബന്ധമായി നിങ്ങൾ പഠിക്കേണ്ട ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. രണ്ട് തരത്തിലുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? നോൺ കോണ്ടാക്ട് ഫോഴ്സ് സമ്പർക്കരഹിത ബലവും, ഇനി കോണ്ടാക്ട് ഫോഴ്സ് സമ്പർക്ക ബലവും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനകത്ത് പഠിക്കണം. ഈ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഓണപരീക്ഷയ്ക്ക് ആദ്യത്തെ 2 ചാപ്റ്ററും പഠിച്ചു, പിന്നെ 3rd ചാപ്റ്റർ നിങ്ങൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചാൽ മതി മക്കൾ, ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ, സെറ്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രം തന്നെ അവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് പോയിന്റ് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഷേപ്പ്, അറിയാം എന്താണ്? ആകൃതിയിൽ മാറ്റം വരുത്തുക. ചേഞ്ച് ഇൻ സൈസ് എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ, അതിന്റെ സൈസിൽ വലുപ്പത്തിൽ മാറ്റം വരുത്തുക. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെയെങ്കിൽ ദിസ് പോയിന്റ് റിലേറ്റഡ് ടു ഡാഷ്, ഈ പോയിന്റ് ഒക്കെ എന്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെയാണ് അഫക്ട് ചെയ്യുന്നത്, എന്തിനെയാണ് അത് സ്വാധീനിക്കുന്നത്, പറയാൻ പറ്റുമോ? ഒന്ന് പോസ് അടിച്ചിട്ട് ആൻസർ പറയൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇത്രയും പോയിന്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഷേപ്പ്, ആകൃതിയിൽ മാറ്റം വരുത്താൻ പറ്റുന്നു, വലുപ്പത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നു, വ്യാപ്തത്തിൽ മാറ്റം വരുത്താൻ പറ്റുന്നു. ഈ പോയിന്റ് ഒക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഏതാണ്? ഫോഴ്സ്. ഏതായിരിക്കണം? ബലം. അപ്പൊ ഈ ബലം എന്നുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും. അത് ചിലപ്പോൾ ടേബിൾ ആയിട്ട് വരാം, അല്ലെങ്കിൽ ചിത്രങ്ങളായിട്ട് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിന്റുകളായിട്ട് വരാം. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ തന്നെ പഠിച്ചല്ലോ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്നാണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താ? ഇപ്പൊ തന്നെ പഠിച്ചോളൂ, ഇനി ഇതിനൊന്നും അധികം സമയം വേണ്ട. ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന നഷ്ടം സൂചിപ്പിക്കുക, ന്യൂട്ടൺ. അപ്പോൾ ബലവുമായി കൂടുതൽ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയ ന്യൂട്ടൺ ആയതുകൊണ്ടാണ് നമുക്ക് ബലത്തിന്റെ യൂണിറ്റ് എന്ത് കൊടുത്തിട്ടുള്ളത്? ന്യൂട്ടൺ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. അപ്പൊ ഈസി ആയി കിട്ടുന്ന മാർക്കുകൾ വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചെന്താണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0.1 കിലോഗ്രാം മാസുള്ള, കണ്ടല്ലേ, അല്ലെങ്കിൽ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിൽ സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ആവശ്യമായ ബലം. ഒന്നുമില്ല, എങ്ങനെയാണ്? The force required to hold an object of mass 0.1 കിലോഗ്രാം അല്ലെങ്കിൽ 100 gram parallel to the ground into the എന്താണ്? ഹാൻഡ്. അതായത് ഒന്നുമില്ല, നമ്മൾ എന്താ ഇപ്പൊ ഈ പേന ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഭൂമിക്ക് സമാന്തരമായിട്ട് പാരലായിട്ട് ഇങ്ങനെ പിടിക്കണമെങ്കിൽ ഇവിടെ എത്ര ഫോഴ്സ് കൊടുക്കണം? അപ്പൊ ഒരു ആപ്പിള്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ടാവും, ഒരു ആപ്പിള് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ വെക്കുക. 100 ഗ്രാം, ഒരു ആപ്പിൾ ഏകദേശം 100 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.1 കിലോഗ്രാം. അപ്പോൾ 0.1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ നമ്മൾ ഭൂമിക്ക് പാരലായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ആവശ്യമായ ബലം എത്രയെന്നാണ് ചോദിച്ചത്. ആവശ്യമായ ബലം എത്രയാണ്? ഫൈൻഡ് ദ ഫോഴ്സ് റിക്വയർഡ് ടു ഹോൾഡ് ആൻ ഒബ്ജക്റ്റ്. അപ്പൊ നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ബലം എന്ന് പറഞ്ഞാൽ 1 ന്യൂട്ടൺ ആണ്. എത്ര ആയിരിക്കണം? 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ എന്ന്. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. 100 ഗ്രാമുള്ള ഒരു വസ്തുവിനെ നമ്മൾ പാരലായിട്ട് ഇങ്ങനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ബലം നമ്മൾ പ്രയോഗിക്കണം? എത്ര ഫോഴ്സ് കൊടുക്കണം? 1 ന്യൂട്ടൺ.
തെറ്റിക്കരുതാരും. അപ്പൊ നോക്കുക, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, നമുക്ക് കുറച്ച് പോയിന്റുകൾ തരും അല്ലെങ്കിൽ ചിത്രങ്ങൾ തരും, എന്നിട്ട് അതിനെ ക്ലാസിഫൈ തരംതിരിക്കാൻ പറയും. അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒറ്റ തവണ വായിച്ചാൽ മതി, ഒറ്റ തവണ കേട്ടാൽ മതി, ഇവിടുന്ന് മാർക്ക് കിട്ടും. അപ്പൊ നോക്കുക, ക്ലാസിഫൈ ദ ഫോളോയിങ് സിറ്റുവേഷൻ. കോൺടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. കോണ്ടാക്ട് ഉള്ളത് ഏതാണ്, നോൺ കോണ്ടാക്ട് ഉള്ളത് ഏതാണെന്നാണ് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്ലൈങ് എ ബ്രേക്ക് ഇൻ എ ബൈസൈക്കിൾ അല്ലേ, എന്താണ് സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു. നമ്മൾ സൈക്കിളിൽ ഇങ്ങനെ പോവാണ്, പെട്ടെന്ന് എന്ത് ചെയ്യും, മുന്നിലൂടെ ഒരാൾ ഓടിപ്പോയി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്ത് കോണ്ടാക്ട് ചെയ്യുന്നു, സൈക്കിളിൽ പിടിക്കുന്നില്ലേ, അപ്പൊ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ തറയിൽ ടച്ച് ചെയ്യുന്നില്ലേ, അപ്പൊ കോണ്ടാക്ട് വരുന്നില്ലേ. അതുകൊണ്ട് ആദ്യത്തെ ഏതാണ്, സമ്പർക്ക ബലമാണ്. ഏതായിരിക്കണം, സമ്പർക്ക ബലം. അതായത് അപ്ലൈങ് അപ്ലൈങ് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത് കോണ്ടാക്ട് ഫോഴ്സ് ആണെന്ന് ഓർത്തേക്ക്. ഏതായിരിക്കണം, കോണ്ടാക്ട് ഫോഴ്സ്. രണ്ടാമത്തെ മാംഗോ ഫാളിങ് ഫ്രം മാംഗോ ട്രീ. ഒരു തേങ്ങിൽ നിന്നും ഒരു മാവിൽ നിന്നും മാങ്ങ താഴത്തേക്ക് വീഴുന്നു. അതിന് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതിങ്ങനെ എയറിലൂടെ ഇങ്ങനെ വരികയല്ലേ. അങ്ങനെ എയറിലൂടെ ഒരു മാങ്ങ താഴത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ തൊടുന്നില്ല, നമ്മൾ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതേതാണ്, അത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഏതായിരിക്കണം, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് സമ്പർക്ക രഹിത ബലമാണ്. ഏതായിരിക്കണം, സമ്പർക്ക രഹിത ബലം. ഓർത്ത് വെച്ചോളൂ. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, സി പോയിന്റ് എന്താണ്, ഭൂമി സൂര്യനെ ചുറ്റുന്നു. ദ എർത്ത് റിവോൾവിംഗ് അറൌണ്ട് ദ സൺ. ഭൂമി സൂര്യനെ എങ്ങനെ ചുറ്റാണ്. അപ്പൊ ഭൂമി സൂര്യൻ തമ്മിൽ എന്താ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, പക്ഷേ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ, ടച്ച് ചെയ്യുന്നുണ്ടില്ല. ഭൂമി ഇങ്ങനെ സൂര്യനെ എങ്ങനെ വലം വെക്കുന്നു അല്ലേ. അല്ലെങ്കിൽ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു, ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒന്നും യാതൊരു കോണ്ടാക്റ്റും യാതൊരു സ്പർശനം യാതൊരു ടച്ചും ഇല്ല. അതുകൊണ്ട് അതേതാണ്, അത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, സമ്പർക്ക രഹിത ബലമാണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ലാസ്റ്റ് പോയിന്റ് എന്ന് കൊടുത്തുള്ളത്, ദ സ്പീഡ് ഓഫ് ബോൾ റോളിംഗ് ഓൺ എ ഗ്രൗണ്ട് ഈസ് റെഡ്യൂസ്ഡ്. തറയിലൂടെ ഉരുളുന്ന പന്തിന്റെ വേഗം കുറയുന്നു. പന്ത് എന്ത് ചെയ്യാണ്, നമ്മളെ ബോൾ എന്ത് ചെയ്യുന്നു, തറയിലൂടെ ഇങ്ങനെ ഉരുണ്ടു പോകും. അപ്പൊ അവിടെ ടച്ചിങ് വരുന്നുണ്ട്, കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ട, അതേതാണ്, സമ്പർക്ക ബലമാണ്. സമ്പർക്ക ബലം കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഏതായിരിക്കണം, കോണ്ടാക്ട് ഫോഴ്സ്. മക്കൾ, അപ്പൊ നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള ഒരു ടേബിളൊക്കെ തന്നിട്ട് നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം കേട്ടില്ല എന്ന് വിചാരിക്കാം, ആൻസർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ ഒരൊറ്റ തവണ കേട്ടാൽ മതി, ഈസിയായി കിട്ടുന്ന മാർക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ആദ്യം വരുന്ന പുഷും പുള്ളൊക്കെയാണ്. ഇതിന് നിങ്ങൾക്ക് പിക്ചറുകൾ തരും. ആ പിക്ചർ തന്നിട്ട് നിങ്ങളോട് എന്ത് ചെയ്യും, ക്ലാസിഫൈ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ നമ്മളോട് ഇത് പുഷ് ഏതാണ് പുള്ള ഏതാന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ എന്തൊരു ടഗ് ഓഫ് വാർ ആണല്ലേ, വടംവലി മത്സരമാണ്. വടംവലി മത്സരം ഈ ടീം ഇങ്ങോട്ട് വലിക്കുന്നു, ഈ ടീം എന്ത് ഇങ്ങോട്ട് വലിക്കുന്നു. അപ്പൊ ഇത് ഏതാണ്, പുഷാണോ പുള്ളാണോ, ഒരു കൺഫ്യൂഷൻ വേണ്ടത്. ഏതായിരിക്കണം, ഇത് പുള്ളാണ് അല്ലെ. പുൾ എന്ന് പറഞ്ഞാൽ വലിക്കൽ, പുൾ വലിക്കൽ. ഇനി നോക്കിക്കോളൂ, അടുത്ത് എന്ത് ചെയ്യുന്നു, ഒരു ലേഡി എന്ത് ചെയ്യുന്നു, ഒരു കാർ ഇങ്ങനെ തള്ളുന്നു അല്ലെ, തള്ളുന്നു, തള്ളുന്നു. അപ്പൊ എന്താണ്, പുഷ്. ഇതേതാണ്, പുഷിങ് ആണ്. പുഷ് തള്ളുക, പുഷലാണ്. തള്ളിങ് എ കാർ അല്ലെ, പുഷിങ് എ കാർ. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് എന്തോ ഒരു കാർപ്പറ്റ് എന്തോ ഒരു വസ്തുവാണ് അല്ലെ, തള്ളിക്കൊണ്ട് പോവാണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ടത് ഏതാണ്, ഇത് പുഷാണ്, തള്ളൽ തള്ളൽ തള്ളൽ. അടുത്തെന്ത് ചെയ്യുന്നു, ഈ കുട്ടി ഇത് വലിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വേണ്ടത് ഏതാണ്, പുള്ളിങ് ആണ്, അതായത് വലിക്കൽ വലിക്കൽ. ഇപ്പൊ ചിത്രങ്ങൾ തന്നിട്ട് ഇങ്ങോട്ട് പുഷാണോ പുള്ളാണോ, അല്ലെങ്കിൽ കുറെ പോയിന്റുകൾ തന്നിട്ട് ഇങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറയുന്നു, തള്ളലും വലിക്കലും. പുഷും പുള്ളും ഇങ്ങോട്ട് തരംതിരിക്കാൻ പറഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇനി ഈ ഒരു ക്ലാസ് കാണുന്ന ആളുകൾ എന്ത് ചെയ്യുക, താഴെ ഭാഗത്തും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, തന്നിരിക്കുന്ന ചിത്രം ഏത് തരത്തിലുള്ള ഫോഴ്സാണ്. ഇവിടെ ഈ ചിത്രത്തിലേക്ക് നോക്കുക, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, വെള്ളം മുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത് ഏത് ഫോഴ്സ് ആണെന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം മക്കളെ. അപ്പൊ ഓർത്ത് വയ്ക്കുക, നമുക്ക് ഈ ഒരു 3rd ചാപ്റ്റർ ഫോഴ്സ് ബലം എന്നുള്ള ചാപ്റ്ററിനകത്ത് ഈ ഒരു കോണ്ടാക്ട് ഫോഴ്സ് നോൺ കോണ്ടാക്ട് ഫോഴ്സ് വരെ മാത്രം പഠിച്ചാൽ മതി. വളരെ ഈസി ആയിട്ടുള്ള രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആരും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ വരാനിരിക്കുന്ന ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 3rd ചാപ്റ്ററിന് ഈ ഒരൊറ്റ ക്ലാസ് കണ്ടാൽ മാത്രം മതി, വേറെ ഒന്നും ഇനി പഠിക്കാൻ നിൽക്കണ്ട. ഇത് മാത്രം പഠിച്ചാൽ മതി. കൂടാതെ 1, 2 ചാപ്റ്റർ പഠിക്കണം, അല്ലാതെ ഇത് മാത്രമല്ല കേട്ടോ. അപ്പോ ഏകദേശം നമുക്കൊരു 2.25 ചാപ്റ്റർ, അതായത് കോണ്ടാക്ട് ഫോഴ്സ് സമ്പർക്ക ബലം സമ്പർക്ക രഹിത ബലം വരെ നമുക്ക് പരീക്ഷയ്ക്ക് വരും. അപ്പൊ എല്ലാവരും നല്ല എന്ത് ചെയ്യുക, ഉഷാറായിട്ട് എക്സാം എഴുതുക. അതോടൊപ്പം തന്നെ നല്ല ഉഷാറായിട്ട് പഠിക്കുക. നമ്മളെ സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകളൊക്കെ വരും, അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ കാണണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബേസിക് സയൻസ് പരീക്ഷ എഴുതാം. കാരണം ഞാൻ എന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ അല്ലെങ്കിൽ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഒരേ സമയം 3 എക്സാം എഴുതാം. അതുകൊണ്ട് തന്നെ കൂടുതൽ വായിക്കാൻ നിങ്ങൾക്ക് സമയം
സമയം കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, ആ ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണണം. അതോടൊപ്പം തന്നെ മക്കളെ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി ഇതിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യുക, അതൊക്കെ ഞാനൊരു ചെറിയ കണ്ടന്റ് വീഡിയോ ആയിട്ടിടും. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. ആൾ ദി ബെസ്റ്റ്.